ഹലോ, ഞാനിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിൽ ഊർങ്ങാട്ടിരി ഗ്രാമപഞ്ചായത്തിൽ നമ്മുടെ ചൂളാട്ടിപ്പാറ എന്ന സ്ഥലത്ത് നമുക്ക് പച്ചമരുന്ന്, നമ്മുടെ മഞ്ഞപ്പിത്തത്തിന് നല്ല ഒരു പച്ചമരുന്ന് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു വനിത ഇവിടെയുണ്ട്. വളരെ നല്ല പച്ചമരുന്നാണ്. അത് കുടിച്ചിട്ട് 100% മാറുന്നുണ്ട്. നമ്മുടെ മഞ്ഞപ്പിത്തം എല്ലാവർക്കും അറിയും, ജലത്തിലൂടെയാണ് പകരുന്നത്. മഞ്ഞപ്പിത്തം തന്നെ 2 വിധമുണ്ട്. അപ്പോൾ മഞ്ഞപ്പിത്തം അത് നമ്മൾ മൈൻഡ് ചെയ്യാതിരുന്നാൽ വളരെ അപകടകാരിയാണ്. നമുക്ക് ആ പച്ചമരുന്നുണ്ടാക്കുന്ന നമ്മുടെ ഇവിടുത്തെ മെഡിസിൻ ഉണ്ടാക്കുന്ന ഈ ചേച്ചിയെ നമുക്കൊന്ന് പരിചയപ്പെടാം. അദ്ദേഹത്തിനോട് തന്നെ നമുക്ക് കൂടുതൽ ചോദിച്ച് മനസ്സിലാക്കാം. എങ്ങനെയാണ് ഈ പച്ചമരുന്ന് നിങ്ങൾ ഉണ്ടാക്കുന്നത്? നല്ല ഫലമുണ്ടല്ലോ അത് ഈ മഞ്ഞപ്പിത്തത്തിന്. കുറച്ച് മരുന്ന് പച്ചമരുന്ന് പിടിച്ച് പറിച്ചുകൊണ്ട് ഉണ്ടാക്കുകയാണ്. പാടത്തൊക്കെ പോകും, കുറേ തൊടിയിലൊക്കെ ഉണ്ടാകണമൊക്കെ നുടി പറിച്ചുണ്ടാക്കിക്കൊണ്ടാണ് അരച്ചുണ്ടാക്കുന്നത്. അത് അരച്ചിട്ട് ഒരൊറ്റ ദിവസത്തെ പത്തിയുള്ളൂ. ഒരു ദിവസം കുടിച്ചാൽ മതി, രണ്ടാമത്തെ ദിവസം കുടിക്കേണ്ട ആവശ്യമില്ല. അത് വൈകുന്നേരം ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കുടിക്കുക. രാവിലെ പിറ്റേ ദിവസം ചോറ് മാത്രം വെള്ളം വറ്റിച്ച് തിന്നുക. ചായയോ കാപ്പി പാല് ഒന്നും പാടില്ല. ഇളനീര് വെള്ളം കുടിക്കുക. അല്ലാത്ത പത്യൊന്നുമില്ല. പിന്നെ ഒരു മാസത്തേക്ക് ഇറച്ചി മീൻ തിന്ന ഒരാഴ്ച കഴിഞ്ഞാൽ. ഇറച്ചി കോഴിമുട്ടയൊന്നും ഒരു മാസത്തേക്ക് തിന്നരുത്. രാവിലെ തലേന്ന് കുടിച്ചിട്ട് രാത്രിയാകുമ്പോൾ ചോറും ഭക്ഷണമൊക്കെ കഴിച്ചിട്ടേ മരുന്ന് കുടിക്കാൻ പാടുള്ളൂ. അത് കുടിച്ചിട്ട് രാവിലെ നല്ല എണ്ണ തേച്ച് കുളിക്കണം. കിഴാർനെല്ലിൻ്റെ വേരിട്ടിട്ട് എണ്ണ നീരത്ത് നല്ല എണ്ണ തേച്ച് മുങ്ങി കുളിച്ച് പനി ഉണ്ടെങ്കിൽ കുളിക്കരുത്. പിന്നെ ഇത് കുടിച്ചിട്ട് മഞ്ഞപ്പിത്തം ഉണ്ടെങ്കിൽ മാറും, വേറെ അസുഖം മാറും എന്ന് ഞാൻ പറയില്ല. മഞ്ഞപ്പിത്തം എത്ര വിധമുണ്ട്? മഞ്ഞപ്പിത്തം കുറേ വിധമുണ്ട്. എന്താ എനിക്കറിയാം, അങ്ങനെയൊക്കെ പറയാൻ അറിയില്ല. ഇത് എൻ്റെ അച്ഛൻ അന്ന് 10-60 കൊല്ലം മുമ്പ് ഞങ്ങൾ വീട്ടിൽ അച്ഛൻ കൊടുത്ത് ശീലമായതാണ്. അന്നേ കൊടുക്കുന്നതാണ്, അന്നേ കൊടുക്കലുണ്ട്. 60 കൊല്ലം മുമ്പേ കൊടുക്കുന്ന സംഭവം അത്. ഇതിൽ പിന്നെ നിങ്ങൾ ഉണ്ടാക്കുന്ന മരുന്നിൽ എത്ര വിധം മരുന്നുകളുണ്ട്? 4-5 വിധമുണ്ട്, 5-6 വിധമുണ്ട്. അത് പിന്നെ വേരടക്കം പറിക്കണം? വേരടക്കൊന്നും വേണ്ട, ഇല മാത്രം മതി. അത് പിന്നെ ഇത് വിഴുങ്ങലാണത്? അത് വായക്കിട്ടുണ്ട് വെള്ളം കുടിച്ചാൽ മതി. അത് ഒരു നെല്ലിക്കേൻ്റെ അത്ര അരച്ചുണ്ടാക്കണം. പച്ച അപ്പം തന്നെ പറിച്ചരച്ചുണ്ടാക്കണം. അല്ലാതെ ഉണങ്ങിയത് കൊടുത്താൽ അത്ര ഫലം കിട്ടൂല. അത് അപ്പം പിന്നെ അതിൻ്റെ സത്ത് ഉള്ളത് പച്ചമലാണ്. അപ്പോൾ ഇത് പിന്നെ മഞ്ഞപ്പിത്തം ഇത് മരുന്ന് കുടിച്ചതിന് ശേഷം നമ്മൾ പഥ്യം നിർബന്ധമായും സ്വീകരിക്കണം അല്ലേ? നിർബന്ധമായിട്ട് സ്വീകരിക്കും. പഥ്യമാണ് ഇതിൻ്റെ ഏറ്റവും പിറ്റേ ദിവസത്തെ പഥ്യം. ഒരൊറ്റ ദിവസമേ ഉള്ളൂ പഥ്യം. അതിൽ ഒരു മാസം നമുക്ക് എന്തൊക്കെ സംഗതികൾ കൂട്ടാൻ പാടില്ലാത്തതുണ്ട്? അത് അങ്ങനത്തെ ഇറച്ചി മീൻ ഒരാഴ്ച കഴിഞ്ഞാലൊക്കെ തിന്നാം. ഇറച്ചിയും കോഴിമുട്ടി അതിൻ്റെ ഇല്ലത്, അത് രണ്ടും പാടില്ല. അപ്പോൾ രണ്ടാമത് പിന്നെ ഉണ്ടാവും. പിന്നെ ഭക്ഷണമൊക്കെ പിറ്റേന്ന് തന്നെ ഉപ്പിട്ട് ലേശിച്ചൊക്കെ തിന്നാം. ഉപ്പിടാതെ തിന്നരുത്. നമ്മളെ തടിമെന്ന് ശരീരത്തിൽ നിന്ന് ഇതൊക്കെ പോയതല്ലേ. വെള്ളം കണ്ടമാനം കുടിക്കണം. ഈ രാത്രിയാകുമ്പോൾ ഈ മരുന്ന് വായലിട്ടിട്ട് കണ്ടമാനം വെള്ളം കുടിക്കണം. ഒരു 1.5 ലിറ്റർ വെള്ളം രാത്രി തന്നെ കഴിക്കണം. അപ്പോഴേക്ക് പിറ്റേന്നേക്ക് രാവിലെ തന്നെ ഈ മൂത്രം ഇങ്ങനെ തെളിഞ്ഞു വരും. ഇത് നമ്മൾ ആർട്ടുമെന്ന് പൊളിഞ്ഞിങ്ങനെ പോരും. അവിടെയാണല്ലോ പിടിക്കുന്നത്, കരളിനൊക്കെ പിടിക്കുന്നതല്ലേ. അപ്പം അതിങ്ങോട്ട് പൊളിഞ്ഞു പോരും. ഈ ചുടുവെള്ളത്തിൽ എന്തെങ്കിലും കൂട്ടണോ? അത് ഞാൻ എന്തിട്ടാലും മതി. കിഴാർനെല്ലി പാലിലരിച്ച് കുടിക്കണം? അതൊന്നും വേണ്ട, അതൊന്നും ഇതുവരെ ആരും ഞങ്ങൾ ചെയ്യരുത്. കിഴാർനെല്ലി അതിൻ്റെ വേരിട്ടുകൊണ്ട് എണ്ണ കാച്ചി കുളിക്കും. അല്ലാതെ കിഴാർനെല്ലി ഒന്നും ഇതിൽ കൂട്ടില്ല. പാല് കുടിക്കണോ? പാലും കുടിക്കണ്ട, അന്ന് കുടിക്കാൻ പാടില്ല, പിന്നെ കുടിക്കാം. അന്ന് കൊഴുപ്പൊന്നും പാടില്ല ഈ മരുന്നിന്. ഒരു കൊഴുപ്പും പാടില്ല. കഞ്ഞിൻ്റെ വെള്ളം തന്നെ പാടില്ല, ചായ പാടില്ല, കാപ്പി പാടില്ല, വെള്ളം മാത്രം. അപ്പം പിന്നെ പച്ചവറ്റ് കഴിക്കുക, അതിനുശേഷം ഈ മരുന്ന് കഴിക്കുക. അല്ല, രാത്രി ഇന്നിപ്പം രാത്രിയാകുമ്പോൾ പോവുക. രാത്രി നമ്മൾ മരുന്ന് കൊണ്ടുപോയിട്ട് രാത്രി സാധാരണ കഴിക്കും പോലെ കഴിക്കുക. ഉപ്പും മുളകും ഒക്കെ ഇട്ടാണ്ട് ഭക്ഷണം കഴിക്കുക. എന്നിട്ട് ഈ ഇത് കുറച്ച് കഴിഞ്ഞിട്ട് ഇത് അപ്പോൾ ഛർദി ഇല്ലാത്തവരോട് ഒന്നായിട്ട് തിന്നാം. ഛർദി ഉള്ളവർക്ക് ഒരു ലേശിച്ചിട്ട് വെള്ളം കുടിച്ച് അങ്ങനെ ഇറക്കിയിട്ട് മുഴുവൻ തിന്നാം രാത്രി. അപ്പം തന്നെ കഴിക്കണം. ഒരു 2-3 പ്രാവശ്യമായിട്ട് കുടിച്ചാൽ മതി. ഛർദ്ദിക്കാത്തവർക്ക് പഞ്ചാ ചിലവർക്ക് ഛർദ്ദിക്കും, മഞ്ഞപ്പിത്തമുള്ളവർക്ക്. എല്ലാവർക്കും ഛർദ്ദിക്കില്ല, ചിലവർക്ക് ഛർദ്ദിക്കും. ആ ഛർദി ഉള്ളവർ എന്തിട്ടില്ല, കുറേശ്ശെ അത് അമർന്നിട്ട് പിന്നെയും കുടിക്കുക. വെള്ളം വാർന്നാണ്ട് വായക്കാൻ ഇട്ടാണ്ട്, അല്ലെങ്കിൽ ഒന്നായിട്ടാണ്ട് ഇട്ടാണ്ട് വെള്ളം കുടിച്ചാലും മതി. എങ്ങനെ മരുന്ന് നിങ്ങൾ പൂർവികന്മാർ കൈമാറിയതല്ലേ? എൻ്റെ അച്ഛന് ഞങ്ങളടുത്തൊരു കുട്ടി
അങ്ങനെ പിന്നെ ആകമാനപ്പിത്തായി മരിച്ചു. അപ്പോൾ ആ മരിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു ഇനി എൻ്റെ കുട്ടിയൊക്കെ ഒന്ന് കൊടുത്തു നോക്കുക. എൻ്റെ അനിയന്മാർക്ക് ഒരനിയനും ഒരനിയത്തിക്കും ഉണ്ടായിരുന്നു. അപ്പോൾ ആ അനിയത്തീനെ കൊണ്ടുപോയാണ്ട് പിന്നെ അരിയോട് ആശുപത്രിയിൽ, അന്നൊക്കെ ആശുപത്രി കാരണമില്ല. അപ്പോൾ അത് ഇങ്ങനെ രക്തം പകുതി മൂത്രമായിട്ട് ഇങ്ങനെ ഓനെ ട്യൂബിൽ ഇങ്ങനെ കണ്ടപ്പോൾ അപ്പോൾ പേടിയായി. അതിൽ അച്ഛൻ കൊടുത്തു. അപ്പോൾ അനിയത്തിക്ക് കൊടുത്തു. അനിയത്തിക്ക് ആദ്യം കൊടുത്തു. അനിയത്തി പിറ്റേന്ന് നീച്ചു ഇരുന്നു. പിന്നെ മറ്റോനും കൊടുത്തു. അങ്ങനെ നാട്ടുകാർക്ക് കൊടുത്തത്. അങ്ങനെ ഞങ്ങളിത് പണ്ടേ കൊടുക്കുക. അന്ന് ഇതിനൊക്കെ ഒരു കോഴിയാണ് അന്ന് കൊണ്ടു കൊടുക്കും, അല്ലാതൊന്നുമില്ല. ഇത് ആവശ്യക്കാർ നിങ്ങളുടെ അടുത്തേക്ക് വന്ന് വാങ്ങിയാൽ നിങ്ങൾ എത്തിച്ചു കൊടുക്കും? എങ്ങനെയാണ്? എത്തിച്ചു കൊടുക്കാൻ കഴിയില്ല, നിങ്ങൾ വന്ന് വാങ്ങണം. അപ്പം നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ പറ്റിയ നമ്പറുകളുണ്ടോ? നമ്പറൊക്കെ എൻ്റെ എപ്പോഴും വിളിച്ചോ കിട്ടിക്കൊള്ളുന്നില്ല കേട്ടോ. നമ്പറൊക്കെ ഞാൻ പറഞ്ഞത് 97 45 വീണ്ടും 97 പിന്നെ 88 80. 80. ഇവിടേക്ക് ചില സമയത്ത് കിട്ടിയെന്ന് പറയാൻ പറ്റൂലേ. വേറെ നമ്പർ ഉണ്ടോ? വേറെ പിന്നെ രാജൻ്റെ നമ്പർ വെക്കണം. ഒന്നുകൂടി പറയാം. 97 45 97 88 80. അപ്പം നല്ല പച്ചമരുന്നാണ്, കുടിച്ചിട്ട് വളരെയധികം മാറുന്നുണ്ട്, 100% ഗ്യാരണ്ടിയാണ്. അപ്പം നിങ്ങൾ പേരൊന്ന് പറയോ? ഉൽപ്പലാക്ഷി. ഇവിടെ സ്ഥലത്ത് പുളിയാരങ്കാവ് ചൂളാട്ടിപ്പാറ. അത് മലപ്പുറം ജില്ലയിൽ ഊർങ്ങാട്ടിരി പഞ്ചായത്തിൽ ചൂളാട്ടിപ്പാറ പുളിയാരങ്കാവ് എന്ന സ്ഥലത്താണ് നമ്മുടെ പിന്നെ ആയുർവേദം മരുന്ന്, പച്ചമരുന്ന് മഞ്ഞപ്പിത്തത്തിന് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. മഞ്ഞപ്പിത്തം സംഗതി അത് ശ്രദ്ധിക്കാൻ വളരെ ഡേഞ്ചറല്ലേ? ശ്രദ്ധിക്കാൻ നല്ലതാണ്, ഭയങ്കരതാണ്. അതെന്താ, വെള്ളം അതിൻ്റെ ഏറ്റവും പ്രധാനം. വെള്ളം കുടിക്കുക ഇഷ്ടം പോലെ. വെള്ളം കുടിച്ചിട്ട് വെള്ളം നിർത്തരുത്. രാത്രിയാകുമ്പോൾ ഈ മരുന്ന് കുടിച്ചിട്ട് നല്ല വെള്ളം കഴിക്കണം. ഇത് രാവിലേക്ക് തന്നെ എൻ്റെ മരുമോനുണ്ടായിട്ട് 3ാമത്തെ ദിവസം പോന്നിനോ അസുഖമായി. ഓൻ ആസ്പത്രിയിൽ ചെന്ന് പിന്നെ കണ്ണൊക്കെ മഞ്ഞ കളറായിരുന്നു. ബുധനാഴ്ച കല്യാണ. അതിൽ ഞാൻ ഡോക്ടർ അപ്പം പറഞ്ഞു മഞ്ഞപ്പിത്താണ്, ഞാൻ കല്യാണത്തിനൊന്നും ഞാൻ ഉണ്ടാവില്ല. ആഴ്ച പേടിക്കൊന്നും വേണ്ട അറിഞ്ഞ് ഞാൻ ഏതായാലും ഇവിടുന്ന് മരുന്നൊക്കെ അരച്ച് കൊണ്ടുകൊടുത്ത് അവിടെ ആശുപത്രി കൊണ്ട് ചെത്ത് ഒരു 1.5 ലിറ്റർ വെള്ളം ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ മുൻകൂട്ടി പറയണല്ലേ? പറയണത് പിടിച്ചരച്ച് ഇവിടുന്ന് മരുന്നില്ലാതെ ഇനിയിപ്പോൾ ലോകത്തിന് പാടത്തൊന്നും ഈ മരുന്നില്ല. ഇപ്പൊ ഒക്കെ മരുന്ന് വളമിട്ടിട്ടേ ഇത് കിട്ടാൻ പ്രയാസമാണ്. അതുകൊണ്ടാണ്. പിന്നെ ഇത് എപ്പോൾ വന്നാലും കിട്ടൂലേ? എപ്പം വന്നാലും കിട്ടൂല. അത് ഇനി രാവിലെ പറയണം, എന്നെങ്കിലേ വൈകുന്നേരം അരച്ചേക്കാൻ കഴിയുള്ളൂ. ശരിയാ. അപ്പോൾ ആ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി. മഞ്ഞപ്പിത്തം വളരെയധികം ഡേഞ്ചറാണ്. പിന്നെ അത് ഇംഗ്ലീഷിൽ ഇത് മരുന്നില്ല, അത് പ്രതിരോധ മരുന്നും മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ. അത് ശരിയല്ലേ? അങ്ങനെയൊക്കെ പറയുന്ന കണ്ടിക്കറിയില്ല. ഞാൻ കൊടുത്തത് ഇതുവരെ ഒരാൾക്കൊരു മാറാതെ നിന്നിട്ടില്ല. കൊടുക്കൽ തുടങ്ങിയവരെ എൻ്റെ വീട്ടിലും അങ്ങനെ തന്നെ. എൻ്റെ വീട് തച്ചന്നെ. മധുവാണ് എൻ്റെ ആങ്ങളേൻ്റെ പേര്. എൻ്റെ ഭാര്യയും കൊടുക്കലുണ്ട്. അപ്പം മഞ്ഞപ്പിത്തത്തിൽ ശരിക്കും മലയാളത്തിലാണ് മരുന്ന് അല്ലേ? ഇംഗ്ലീഷിൽ മരുന്ന് കമ്മിയാണ്, പ്രതിരോധ മരുന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഈ മഞ്ഞപ്പിത്തത്തിൽ പിന്നെ അത് ശുദ്ധിയായി പോകണമെങ്കിൽ വെള്ളം നല്ല കുടിക്കുക, ഈ മെഡിസിനും കഴിക്കുക. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അതുകൊണ്ട് മഞ്ഞപ്പിത്തം അത് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാതെ നിൽക്കരുത്. പച്ചമരുന്ന് ആവശ്യമുള്ള ആളുകൾ ഈ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി. ഓക്കെ, താങ്ക് യു.